As far back as I can remember, I always wanted to be a gangster. ഗുഡ്ഫെല്ലാസ്, എ മാർട്ടിൻ സ്കോർസെസി ക്ലാസിക്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മാഫിയ മൂവി എന്ന് പറയുന്നത് ഒരു കോയിനാണെങ്കിൽ അതിൻ്റെ രണ്ട് വശങ്ങളാണ് ഗോഡ് ഫാദറും ഗുഡ്ഫെല്ലാസും. ഗോഡ് ഫാദർ മാഫിയനെ ഒരു ജെൻറ്റിൽ സൈഡിൽ പറഞ്ഞപ്പോൾ ഗുഡ്ഫെല്ലാസ് മാഫിയയുടെ ട്രൂ ആൻഡ് വയലൻറ്റ് നേച്ചറിനെയാണ് നമുക്ക് കാട്ടിത്തന്നത്. പെർഫോമൻസ് കൊണ്ടും ടെക്നിക്കൽ സൈഡ് കൊണ്ടും ഒരു ഹൈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത മൂവിയാണ് ഗുഡ്ഫെല്ലാസ്. ഈ വീഡിയോയിൽ ഗുഡ്ഫെല്ലാസ് എന്തുകൊണ്ടാണ് ഇത്ര മികച്ചതാവുന്നതെന്നും കാലങ്ങൾക്കിപ്പുറവും ഒരു മികച്ച അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ എ ഗാങ്സ്റ്റർ മൂവി ആകുന്നത് എന്തുകൊണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സിനിമ മാഫിയ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സോഷ്യലായിട്ടാണ്. കൂടുതൽ സമയത്തും എല്ലാ സീനുകളും ക്രൗഡഡാണ്. ക്രൗഡഡ് അല്ലാതെയുള്ള സീൻസ് സിനിമയിൽ വളരെ കുറവാണ്. ഇത് അവർ എത്രത്തോളം മാഫിയ സോഷ്യലായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെയാണ് സ്റ്റാറ്റിക് ഷോട്ട് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ കുറവാണ്. കൂടുതൽ സമയത്തും ക്യാമറ റണ്ണിങ് ആണ്. ഇത് ഹെൻറിയുടെ തിരക്കേറിയ മാഫിയ ജീവിതത്തിനെയാണ് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. ബട്ട് ചില സമയത്ത് ക്യാമറ ഫ്രീസ് ആവുന്നുണ്ട്. ഹെൻറി എന്തെങ്കിലും കാര്യം മനസ്സിലാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവില്ല എന്നുള്ള അവസ്ഥയിലോ ആണ് ഈ ഫ്രീസ് ആവുന്നത് സിനിമയിൽ. അതിൽ ആദ്യത്തെ ഫേമസ് ആയിട്ടുള്ള ഇൻട്രോയിൽ ആസ് ഫാർ ബാക്ക് ആസ് ഐ കുഡ് റിമെമ്പർ ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി എ ഗാങ്സ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് വരുന്ന സ്ഥലത്താണ് ആദ്യത്തെ ഫ്രീസിങ് പോയിൻ്റ് വരുന്നത്. രണ്ടാമത്തെ ഹെൻറി അവൻ്റെ അച്ഛൻ സ്കൂളിൽ പോകുന്നില്ല എന്നറിഞ്ഞ് തല്ലുന്ന സമയത്താണ്. മൂന്നാമത്തത് പോസ്റ്റ്മാൻ തൻ്റെ വീട്ടിലേക്ക് സ്കൂളിൽ നിന്നും ഇവൻ എത്തുന്നില്ല എന്നുള്ള ലെറ്റർ എത്തിക്കുന്നതിന് പോസ്റ്റ്മാനെ ഇവനും ഇവൻ്റെ മാഫിയ ആൾക്കാരും കൂടി തല്ലുന്ന സമയത്താണ്. നാലാമത്തെ ഹെൻറി കാറുകളെ കത്തിച്ചിട്ട് വരുന്ന സമയത്താണ്. അഞ്ചാമത്തത് ഹെൻറി അറസ്റ്റ് ആവുകയും റിലീസ് ചെയ്യുമ്പോൾ മാഫിയയിലെ ആൾക്കാർ ഇവനെ അവരിലൊരാളായിട്ട് അംഗീകരിക്കുന്ന സമയത്താണ്. ആറാമത്തെ ബില്ലി ബാറ്റ്സിനെ കൊല്ലുന്ന സമയത്താണ്. ഏഴാമത്തത് ജിമ്മി മോറിയെ കൊല്ലും എന്ന് പറയുമ്പോഴാണ്. എട്ടാമത്തത് ജിമ്മി ഹെൻറി തനിക്കായിട്ടൊരു ട്രാപ്പ് സെറ്റ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ഇതെല്ലാം ഹെൻറിയുടെയും സിനിമയുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ്. സിനിമയുടെ ഇമ്പോർട്ടൻ്റ് ക്യാമറ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ട്രാക്കിംഗ് ഷോട്ട്സാണ്. നമ്മളെ സിനിമയിലേക്കും ആ വേൾഡിലേക്കും എൻ്റർ ചെയ്യിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഹെൻറി കാരൻ ഡേറ്റ് ഇത് സിനിമയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സീൻസ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് സീനും കൂടിയാണ്. ആ എൻ്റയർ ബിൽഡിങ്, അതിലുള്ള ക്യാരക്ടേഴ്സ്, അവരെങ്ങനെയാണ് അവിടെ പെരുമാറുന്നത്, ആ വേൾഡിൽ ഹെൻറിക്ക് എത്രത്തോളം റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് ഒരു ഗാങ്സ്റ്ററായിട്ട് എന്നുള്ളതെല്ലാം കാരനും നമ്മളും മനസ്സിലാക്കുന്ന പോയിൻ്റ് അവിടെയാണ്. വേറൊരു സിനിമയായിരുന്നെങ്കിൽ ജസ്റ്റ് പല കട്ടുകളിലൂടെ വേഗം അവരുടെ ഡേറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷേ മാർട്ടിൻ സ്കോർസെസി സ്ലോ ആയിട്ട് വളരെ ഒരു ലോങ് ഷോട്ടിൽ നമുക്ക് ആ എൻ്റയർ ബിൽഡിങ്ങും ഓരോ ക്യാരക്ടേഴ്സിനെയും ഹെൻറിയുടെ പൊസിഷൻ എന്താണെന്നും നമുക്ക് ആ സീനിലൂടെ കാണിച്ചു തരുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് ഗുഡ്ഫെല്ലാസിനെ ഇത്രത്തോളം മികച്ചതാക്കുന്ന ഒന്നും. മാഫിയ ഒരുപാട് സോഷ്യലായിട്ടാണ് സിനിമയിൽ കാട്ടുന്നതെങ്കിലും പല ക്യാരക്ടേഴ്സിൻ്റെ ഡെത്തിന് ശേഷം ക്യാമറ മൂവ്മെൻറ്റ്സ് വളരെയധികം സ്ലോ ആക്കിയിട്ട് ആ ഒരു എംപ്റ്റിനെസ് നമ്മളിലേക്ക് എത്തിക്കാൻ സിനിമ ശ്രമിക്കുന്നുണ്ട്. ഹെൻറി എന്തുകൊണ്ട് ഗാങ്സ്റ്റർ ആവാൻ തീരുമാനിച്ചു എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് കുറച്ച് സീനുകളിൽ നിന്ന് തന്നെ ഡയറക്ടർക്ക് കാണിച്ചു തരാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഹെൻറി തൻ്റെ ചെറുപ്പത്തിൽ തൻ്റെ വീട്ടിലെ റൂമിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ അവിടുത്തെ മാഫിയയിലുള്ള ആൾക്കാർ ഭയങ്കര സന്തോഷത്തോടു കൂടിയും അവർക്ക് റെസ്പെക്റ്റോട് കൂടിയിട്ട് അവർ ജീവിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവനാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ ആ ജനൽ കമ്പികൾക്കുള്ളിലുമാണ് അവനുള്ളത്. സോ അവനൊരു കേജിനകത്ത് പെട്ട പോലെയും അവർ ഫ്രീ ആയി നടക്കുന്ന പോലെയാണ് അവന് തോന്നുന്നത്. സോ അതുകൊണ്ടാണ് ഹെൻറിക്ക് മാഫിയ വേൾഡിലോട്ട് ഇറങ്ങണം എന്നുള്ളത് തോന്നുന്നത്. ഈ ഒരു തോന്നൽ അദ്ദേഹം ആ മാഫിയയുടെ ജെൻറ്റിൽ സൈഡ് മാത്രം കണ്ടിട്ടാണ്. അതിലേക്ക് ഒരിക്കൽ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ പുറകിലുള്ള ബുദ്ധിമുട്ടും ടെൻഷനും അദ്ദേഹം തിരിച്ചറിയുന്നത്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിന് തിരിച്ചു വരവില്ലാത്തൊരവസ്ഥയിലേക്കും ആ ഒരു വേൾഡിൽ അത്രത്തോളം ഉള്ളിലേക്ക് പോവുകയും ഹെൻറി ചെയ്യുന്നുണ്ട്. മാർട്ടിൻ സ്കോർസെസിയുടെ എല്ലാ മൂവീസിലും മാസ്കുലിനിറ്റിയെ പോർട്രേ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ സിനിമയിൽ നമുക്കത് കാണാം. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും ആണുങ്ങളാണ്. അവിടെയാണ് കാരൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആവുന്നത്. ഹെൻറിയുടെ ഐഡിയോളജീസിനെ ഓപ്പോസ് ചെയ്യുന്നത് കാരൻ മാത്രമാണ്.
അവളുടെ POV നിന്നാണ് മാഫിയ ലൈഫിൻ്റെ ടെൻഷനും ഡേഞ്ചേഴ്സും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സ് പല ആൾക്കാരെ കാണുന്നുണ്ട്, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഒപ്പം ഒരുപാട് ക്രൈം ഗ്രൂപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താ പറയുക, സമയം എന്ന് പറഞ്ഞത് തീരെയില്ല. ഇരുന്ന് സംസാരിക്കാനോ പല കാര്യങ്ങൾക്കോ ഒരു നോർമൽ ലൈഫിലെ പോലെ അവർക്ക് സമയമില്ല. ഇതൊക്കെ കൊണ്ടാണ് ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീസ് പോയിൻറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇതിൽ ക്യാരക്ടേഴ്സ് റെസ്റ്റ് ചെയ്യുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സീനിൽ ടെൻഷൻ ബിൽഡിങ്ങിന്, ഇങ്ങനെയുള്ള സമയത്ത് മാത്രമാണ് ക്യാമറ ഒരു സ്ഥലത്ത് ലോക്കായി നിൽക്കുന്നത്. ഇനി ഇതിൽ എഡിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ കട്ട്സ് വളരെ കുറവാണ്. ആക്ഷൻ, റിയാക്ഷൻ എല്ലാം ക്യാമറ മൂവ്മെൻറ്റിലൂടെയാണ് നമുക്ക് കൺവേ ചെയ്യുന്നത്. കട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ഭൂരിഭാഗവും മാച്ച് കട്ടായിരിക്കും. ഒരു ഡോർ അടയ്ക്കുന്നതിൽ നിന്നും മറ്റൊരു ഡോർ തുറക്കുന്നത്, അങ്ങനെ ആ ഒരു ഫ്ലോ ഇൻട്രപ്റ്റ് ആവാതെയാണ് ഈ സിനിമ എഡിറ്റിങ്ങിൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഹൗ ആം ഐ ഫണ്ണി എന്ന് പറഞ്ഞ സീനിൽ ആ ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന അങ്ങനെയുള്ള മൊമെൻറ്റ്സിൽ മാത്രമാണ് ക്യാമറ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാമറ ഒരു സ്ഥലത്ത് ലോക്കായിട്ട് നോർമൽ സിനിമകൾ പോലെയുള്ള കട്ടിങ് എഡിറ്റിങ്ങിൽ നമുക്ക് കാണുന്നത്. അത് പ്യുവർലി പെർഫോമൻസിന് വേണ്ടി മാത്രം ഡയറക്ടർ അനുവദിച്ചൊരു സീനായിട്ടാണ് എൻ്റെ അഭിപ്രായം. അതിൽ ജോ പെസ്കിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമുക്ക് കാണുന്നത്. സോ അങ്ങനെയുള്ള സമയത്ത് സിനിമ പെർഫോമൻസിനെ മാത്രം റിലേ ചെയ്തിട്ടും ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് ഹെൻറി ഹെലികോപ്റ്റർ ചേസ് ചെയ്യുന്ന സീക്വൻസിൽ നമുക്ക് ഒരുപാട് കട്ട്സും ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള സഡൻ ജമ്പുകളിൽ ആ ഒരു ഫ്ലോ കട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹെൻറി പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് ക്യാമറ മൂവ്മെൻറ്റ്സ് റിലാക്സ് ആവുന്നതും ആ കട്ട്സ് കുറയുന്നതും. പക്ഷേ ഇൻസൈഡിൽ ക്യാരൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സ് അപ്പോഴും നിർത്തുന്നില്ല. ഹെൻറി മാഫിയയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിൻ്റെ ആഫ്റ്റർ മാത്താണ് ഡയറക്ടർ നമുക്കിതിലൂടെ കാണിച്ചു തരുന്നത്. ഒരുപാട് അനലൈസ് ചെയ്യേണ്ട ഒരുപാടധികം സീൻസുകളാൽ സമ്പന്നമായിട്ടുള്ളൊരു മൂവീസാണ് ഗുഡ് ഫെല്ലാസ്. പക്ഷേ അതൊക്കെ നമുക്ക് പിന്നീടൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാങ്സ്റ്റർ മൂവി കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.